പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്ക് ഹയർ സെക്കൻഡറിയിലെ +1 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ 1 സെറ്റ്സ് ആണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് സെറ്റ്സ് ആണ്. എന്താണ് ഒരു സെറ്റ്? ഒരു വ്യക്തമായി നിർവചിക്കുന്ന ഒരു കൂട്ടത്തെ. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. വ്യക്തമായി നിർവചിക്കാൻ പറ്റുന്ന ഒരു കൂട്ടത്തെയാണ് എ കളക്ഷൻ ഈസ് കാൾഡ് എ സെറ്റ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഫാമിലി മെമ്പേഴ്സ്, ഒരു വീട്ടിലെ ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ആരെല്ലാം ഉള്ളതെന്ന് വ്യക്തമായി പറയാൻ പറ്റും. അപ്പോൾ അതൊരു സെറ്റായിരിക്കും. അപ്പോൾ ഈ രൂപത്തിൽ വരുന്നതിനാണ് സെറ്റ് എന്ന് പറയുന്നത്. വ്യക്തമായി നിർവചിക്കാൻ പറ്റിയാൽ സെറ്റായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ദി ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10, 10ൽ താഴെയുള്ള എണ്ണൽ സംഖ്യകൾ ഒറ്റയായി വരുന്ന ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എക്സെട്ര ഉള്ള സെറ്റാണ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോഴോ 1, 3, 5, 7, 9 വരും. ലെസ് ദാൻ 10 ആകുമ്പോൾ 9 വരെയുള്ള നമ്പേഴ്സാണ് അതിൽ വരിക. അപ്പോൾ സെറ്റ് 1, 3, 5, 7, 9. അപ്പോൾ ഇത് വ്യക്തമായി പറയാൻ പറ്റും ഈ സെറ്റിൽ ഏതെല്ലാം വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊരു സെറ്റാണ്. അതുപോലെ ദി റിവേഴ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ വരുന്ന റിവേഴ്സ് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് അതൊരു സെറ്റായിരിക്കും. ദി വവൽസ് ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ വവൽസ് പറഞ്ഞത് AEIOU ആണ്. ഇത് വ്യക്തമായി പറയാൻ പറ്റുന്നതുകൊണ്ട് ഇതൊരു സെറ്റാണ്. അതുപോലെ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210, 210ന്റെ പ്രൈം ഫാക്ടേഴ്സിൽ പ്രൈം നമ്പേഴ്സ് ആയി വരുന്നത് അത് 2, 3, 5, 7 ആയിരിക്കും. ഇത് എങ്ങനെ കിട്ടിയെന്നുള്ള ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. അതുപോലെ ദി സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ x² - 5x + 6 = 0. x² - 5x + 6 = 0 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിന്റെ സൊല്യൂഷൻ നമുക്ക് 2, 3 ആണ് വരിക. ഇതിനോട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പൊ ഈ രൂപത്തിൽ വരുന്നതിനെയാണ് നമുക്കെന്ത് പറയാം, സെറ്റ് എന്ന് പറയാം. വ്യക്തമായി നിർവചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു സെറ്റ് ആയിരിക്കും. ഇപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210ന്റെ ഘടകങ്ങൾ ഏതെല്ലാം, പ്രൈം ഫാക്ടേഴ്സ് ഏതെല്ലാണെന്നുള്ളത്. ഇപ്പൊ 210 2 × 105, വീണ്ടും ഈ 105നെ 21 × 5, 21 വീണ്ടും ഘടകങ്ങളാക്കി നമുക്ക് എന്ത് ചെയ്യാം, 7 × 3 × 5. ഇതിനെ വീണ്ടും നമുക്ക് ഇനി ചെറിയ ഘടകങ്ങളാക്കി എഴുതാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം പ്രൈം ഫാക്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഏറ്റവും സ്മാളസ്റ്റ് പ്രൈം 2 ആണ്. 2ന് 2 × 1 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ 7 × 1, 3 × 1, 5. അപ്പോൾ ഒരു നമ്പേഴ്സിന് രണ്ട് ഘടകങ്ങൾ 1ഉം ആ നമ്പർ മാത്രമായിട്ട് വരികയാണെങ്കിൽ അതിനെ പ്രൈം നമ്പർ എന്ന് പറയും. സ്മാളസ്റ്റ് 2 ആണ്. അപ്പോൾ ഇത്രയാണ് അതിന്റെ പ്രൈം ഫാക്ടേഴ്സ് വരിക. 2 വരും, 3 വരും, 7, 5 വരും. ഇപ്പൊ 21 എന്നുള്ളത് ഘടകമാണ്, പക്ഷെ എന്തല്ല പ്രൈം ഘടകമല്ല. പ്രൈം ആവണമെങ്കിൽ ഇതിനെ വീണ്ടും നമുക്ക് 7 × 3 എന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് 21 എന്നുള്ളത് എന്താണ്, 210ന്റെ ഒരു ഫാക്ടർ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം ഫാക്ടർ. സോ ദി പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 210 ആർ 2, 3, 7, 5. അതുപോലെ രണ്ടാമത് കണക്കുണ്ടായിരുന്നു x² - 5x + 6 = 0 ഇംപ്ലൈസ് x കാണാനുണ്ട്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. x കാണാനുള്ള ഇക്വേഷൻ -b ± √b² - 4ac/2a. അപ്പോൾ ഇത് ax² + bx + c = 0 എന്നുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിലാണ് ഇത് വരിക. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് 1 വരുന്നുണ്ട്, b -5 വരുന്നുണ്ട്, c 6 വരും. അപ്പോൾ വാല്യൂബിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ABC ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് x = എന്ത് വരും, -5 വരും ഇല്ലേ, ± √(-5² - 4 × ac 1 × 6/2 × 1. അപ്പോൾ ഇത് 25 -24 എന്നാണ് വരിക. ഇവിടെ നമുക്ക് 2 മൈനസ് എന്ന പ്ലസ് ആവും. അപ്പോൾ 5 ± √25 - 24/2 that is 5 ± 1/2. 5 + 1/2 വരും. അതിന്റെ വാല്യൂ 5 + 1/2 പിന്നെ 5 - 1/2 വരും അല്ലേ. ഇത് 6/2 ആണ് വരിക. ഇത് 5 - 1 4/2. അപ്പോൾ 3 and 2 വരും. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 3, 2 ആണ് വരിക ഇല്ലേ. അപ്പൊ ഇതെല്ലാം വ്യക്തമായി നിർവചിക്കാൻ പറ്റുന്ന ഇതെല്ലാം സെറ്റുകൾക്കുള്ള ഉദാഹരണങ്ങളാണ്. ഇനി ഇഫ് എ കളക്ഷൻ ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്, ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്, ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. ദി കളക്ഷൻ ഓഫ് ബെസ്റ്റ് 5 പ്ലെയേഴ്സ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. ഇപ്പോ ബെസ്റ്റ് 5 പ്ലെയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന 5 പ്ലെയേഴ്സ് അവരെ വേറെ ആൾ സെലക്ട് ചെയ്താൽ അപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. സോ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. എ ടീം ഓഫ് 11 ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയേഴ്സ് ഇൻ ദി വേൾഡ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച 11 ഫുട്ബോൾ പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്ത്, അതും വെൽ ഡിഫൈൻഡ് ആവില്ല. കാരണം ഓരോരുത്തരും എടുക്കുമ്പോഴും അതിന് ആ ബെസ്റ്റ് എന്നുള്ളത് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. ഇനി നമുക്ക്
ഒരു സെറ്റിലെ എലമെന്റ്സ് ഉണ്ടാവും. ഒബ്ജക്ട്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൽ വരുന്ന ഒബ്ജക്ട്സ് മെമ്പേഴ്സ് എല്ലാം ഉണ്ടാവില്ല, അതിനെ എലമെന്റ്സ് ഓഫ് ദി സെറ്റ് എന്ന് പറയും. ഒബ്ജക്ട്സ് ഓർ മെമ്പേഴ്സ് ഓഫ് എ സെറ്റ് ആർ കാൾഡ് എലമെന്റ്സ് ഓഫ് ദി സെറ്റ്സ്. സെറ്റ്സ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് സെറ്റ് പേര് കൊടുക്കാം. എ ഈക്വൽ ടു ബി ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പേര് കൊടുക്കും. അതുപോലെ എലമെന്റ്സ് ഓഫ് എ സെറ്റ് ആർ റെപ്രസെന്റഡ് ബൈ സ്മാൾ ലെറ്റേഴ്സ്. ഇപ്പോൾ സെറ്റിലെ എലമെന്റ്സ് നമ്മൾ ജനറലായി റെപ്രസെന്റ് ചെയ്യുമ്പോൾ സ്മാൾ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക. എ ബി സി എന്ന് പറഞ്ഞിട്ട് എഴുതാറുണ്ട്. അപ്പോൾ ഇഫ് എ സ്മാൾ എ ഈസ് എൻ എലമെന്റ് ഓഫ് എ സെറ്റ് എ, വി സേ ദാറ്റ് എ ബിലോങ്സ് ടു എ എന്ന് പറയും. അപ്പോൾ എ ഉണ്ടെങ്കിൽ അതിന് എ ബിലോങ്സ് ടു എ എന്നാണ് പറയുക. The Greek symbol epsilon is used to denote the phrase belongs to. Thus we write a element of a. A belongs to a എന്നുള്ളതിന് ഈ സിമ്പിൾ ഉപയോഗിച്ചതുപോലെ a element of a എന്ന് എഴുതാം. If a is an element of set a, we write a element of a. If b is not an element of set a, we write b not element of a. b ആ സെറ്റിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ b is not element of a എന്നും എഴുതാറുണ്ട്. ഈ രണ്ട് സിമ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ദ എലമെന്റ് ഓഫ് എന്നുള്ളത് ഈ എപ്സിലോൺ എന്ന് ഉപയോഗിക്കും. നോട്ട് എലമെന്റ് ഓഫ് എന്നുള്ളതിന് ഈ രൂപത്തിലുള്ള സിമ്പിളാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇൻ ദി സെറ്റ് വി ഓഫ് വൊവൽസ്, വി എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് വൊവൽസ് ആണ്. അപ്പൊ നമുക്കറിയാം ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ് ദെൻ എ എലമെന്റ് ഓഫ് വി. എ എന്നുള്ളത് വൊവൽ ആയതുകൊണ്ട് ഈ സെറ്റിൽ ഉണ്ടാവും. ബി വൊവൽ ആണോ? അല്ല, അപ്പൊ ഈ സെറ്റിൽ വരുമില്ല. അപ്പൊ ബി ഇസ് നോട്ട് എലമെന്റ് ഓഫ് വി എന്ന് എഴുതാം. ഇൻ ദ സെറ്റ് പി ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 30, 30ന്റെ പ്രൈം ഫാക്ടേഴ്സ് നമുക്കറിയാം. ആ സെറ്റിൽ വരിക ഏതൊക്കെയാണ്? 3 എലമെന്റ് ഓഫ് പി ആയിരിക്കും. ഇത് 2, 3, 5 ആണ് സെറ്റിൽ വരിക. ഇതിന്റെ പ്രൈം ഫാക്ടേഴ്സ് 2, 3, 5 ആണ് വരിക. അപ്പൊ അതിൽ 3 എലമെന്റ് ഓഫ് പി ആയിരിക്കും. പക്ഷെ 15 ഈസ് നോട്ട് എലമെന്റ് ഓഫ് പി. 15 എന്തല്ല? പ്രൈം അല്ല, അതുകൊണ്ട് ഈ സെറ്റിൽ വരില്ല. 15 എന്നുള്ള ഘടകമാണ്, പക്ഷെ പ്രൈം ഫാക്ടർ അല്ല. പ്രൈം ഫാക്ടേഴ്സിന്റെ ഘടകം എടുക്കുമ്പോൾ 15 വരില്ല. ഇനി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സെറ്റ്സ് ഉണ്ട്. n ഈസ് ഈക്വൽ ടു ദി സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എണ്ണൽ സംഖ്യകൾ എന്നുള്ള സെറ്റിനെ നമ്മൾ ക്യാപിറ്റൽ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യുക. ഇതിൽ വരുന്നത് 1, 2, 3, 4 എക്സെട്ര എന്നുള്ള എലമെന്റ്സ് ആണ്. 1, 2, 3, 4 എക്സെട്ര എന്നുള്ള ക്യാപിറ്റൽ എന്നുള്ള സിമ്പിളാണ് യൂസ് ചെയ്യുക. n ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ z എന്ന് പറഞ്ഞാൽ ദി സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സ് എന്നുള്ള സെറ്റിനെ z എന്ന് വരും. അതിൽ ഈ എണ്ണൽ സംഖ്യകളിൽ 1, 2, 3, 4 എക്സെട്ര എന്നുള്ള സെറ്റ് വരും, 0 വരും, പിന്നെ -1, -2, -3 എക്സെട്ര എന്ന് വരും. ഇതിന് മൊത്തം എഴുതുമ്പോൾ ഇതുപോലെ ഇത് ഇവിടുന്ന് -∞ to +∞ വരും. അപ്പോൾ മൈനസ് എക്സെട്ര -2, -1, 0, 1, 2, 3 എക്സെട്ര സെറ്റാണ് ദി സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സ് എന്ന് പറയും. ക്യൂ ഉണ്ട്, ദി സെറ്റ് ഓഫ് ആൾ റാഷണൽ നമ്പേഴ്സ്. ഭിന്നസംഖ്യകൾക്കാണ് റാഷണൽ നമ്പർ. p/q രൂപത്തിൽ 1/2, 2/3 എന്നൊക്കെ പറഞ്ഞ് വരുന്ന സെറ്റില്ലേ, അതിന് ക്യൂ എന്നുള്ള സിമ്പിളാണ് യൂസ് ചെയ്യുക. ദി സെറ്റ് ഓഫ് ആൾ റാഷണൽ നമ്പേഴ്സ്. ദി സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ്. അപ്പൊ ഈ ഭിന്നസംഖ്യകളും ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഭിന്നസംഖ്യകളല്ലാത്ത അഭിന്നകം എന്ന് പറയും. അത് രണ്ടും കൂടി ചേർന്നാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം, രേഖീയ സംഖ്യ എന്ന് പറയും. ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിനെ ക്യാപിറ്റൽ R എന്നുള്ള സിമ്പിളാണ് യൂസ് ചെയ്യുക. ഇതെല്ലാം സ്റ്റാൻഡേർഡ് സെറ്റുകളാണ്. ഈ സെറ്റുകളുടെ പേരും നമ്മൾ കൃത്യമായിട്ട് അറിയണം. കാരണം n എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, 1, 2, 3, 4 എക്സെട്ര. z എന്ന് പറഞ്ഞാലോ ഇൻഡിജേഴ്സ് ആണ്. ഈ സെറ്റാണ് എലിമെന്റ്സ്. q റാഷണൽ നമ്പേഴ്സ്, r റിയൽ നമ്പേഴ്സ്. z+ ആണെങ്കിൽ ഇത് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്. ഇപ്പൊ ഇൻഡിജേഴ്സ് ആണ്, പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ് 1, 2, 3 എക്സെട്ര ആണ് z+ എന്ന് എഴുതും. q+ ദി സെറ്റ് ഓഫ് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിനെ q+ എന്ന് എഴുതാം. അതുപോലെ r+ ദി സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന് നമുക്ക് r+ എന്നും എഴുതാം. അപ്പൊ ഈ ടേംസ് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കേണ്ടതുണ്ട്. There are 2 methods to represent a set. ഇനി സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് റോസ്റ്റർ മെത്തേഡ് ഓർ ടാബുലർ ഫോം. റോസ്റ്റർ ഫോം ഓർ ടാബുലർ ഫോം. രണ്ടാമത് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോം, ഇത് 2 പേര് പറഞ്ഞത്. ടാബുലർ ഫോം എന്നും പറയും, റോസ്റ്റർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ മെത്തേഡ്, ടാബുലർ ഫോം. സെറ്റ് ബിൽഡർ ഫോം ആണ് രണ്ടാമത്. ഇൻ ദി റോസ്റ്റർ ഫോം, റോസ്റ്റർ ഫോം നമ്മൾ ലിസ്റ്റ് ദി എലമെന്റ്സ്, സെപ്പറേറ്റ് ബൈ കോമാസ് ആൻഡ് എൻക്ലോസ് വിത്തിൻ ബ്രേസസ്. എലമെന്റ്സ് ലിസ്റ്റ് ചെയ്യുക, കോമട്ട് സെപ്പറേറ്റ് ചെയ്യുക, ആൻഡ് എൻക്ലോസ് വിത്തിൻ ഈ ബ്രേസസിനകത്ത് എഴുതുക. ഈ രൂപത്തിൽ എഴുതുകയാണ് അതിനെന്ത് പറയും? റോസ്റ്റർ ഫോം എന്നും പറയും, അല്ലെങ്കിൽ ടാബുലർ ഫോം എന്നും പറയും. എക്സാമ്പിൾ, ദി സെറ്റ് ഓഫ് ആൾ ഈവൺ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ലെസ് ദാൻ 7. 7 താഴെയുള്ള ഈവൺ പോസിറ്റീവ് ഇൻഡിജേഴ്സ്. ഇപ്പൊ 2, 4, 6 ആണ് വരിക. ഇപ്പൊ 2, 4, 6 എഴുതുന്നു, കോമട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു, എൻക്ലോസ് വിത്തിൻ ബ്രേസസ്. ഈ രൂപത്തിലാണ് എഴുതുക. അപ്പൊ ഈ രൂപത്തിൽ എഴുതുന്നതിന് പറഞ്ഞ പേരാണ് എന്ത്? റോസ്റ്റർ ഫോം എന്നും പറയും, ടാബുലർ ഫോം എന്നും പറയും. അപ്പൊ പേര് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. 2 പേരേ ഉള്ളൂ, ഒന്ന് റോസ്റ്റർ ഫോം, ടാബുലർ ഫോം. പിന്നെ രണ്ടാമത് എന്നാണ് സെറ്റ് ബിൽഡർ ഫോം.
ഈ ഒന്നാമത്തെ രണ്ട് രീതിയിൽ പറയാം. റോസ്റ്റർ മെത്തേഡ് എന്നും പറയാം, ടാബുലർ ഫോം എന്നും പറയാം, അല്ലെങ്കിൽ റോസ്റ്റർ ഫോം എന്നും പറയാം, ടാബുലർ ഫോം എന്നും. രണ്ടാമത്താണ് സെറ്റ് ബിൽഡർ ഫോം. ദി സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ് 42. 42ന്റെ ഘടകങ്ങൾ. ദി സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ് 42. 42ന്റെ ഘടകങ്ങൾ അതിന് നമുക്ക് സെറ്റ് റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാന്നുള്ളതാണ്. ഇപ്പോൾ 1 × 42 വരുന്നുണ്ട്, 2 × 21 വരും, 3 × 14, 6 × 7, ഇതെല്ലാം 40. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം 42ന്റെ ഘടകങ്ങളായിരുന്നു. അപ്പോൾ ആ നമ്പേഴ്സ് മൊത്തം നമ്മൾ എഴുതി സെപ്പറേറ്റ് ചെയ്ത് കോമ ഇട്ടിട്ട് പിന്നെ എൻക്ലോസ് വിത്ത് ബ്രേസ്. അപ്പോൾ ഇതാണ് സെറ്റ് ബിൽഡർ ഫോം, അല്ല സോറി, ഇതാണ് റോസ്റ്റർ ഫോം ഓർ ടാബുലർ ഫോം. ദി സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ദി സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റിന് എഴുതുമ്പോൾ AEIOU എഴുതി ഈ ബ്രേസസ്. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന റോസ്റ്റർ ഫോം. ദി സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഇസ് റെപ്രസെന്റഡ് ബൈ ഒറ്റ എണ്ണൽ സംഖ്യകൾ 1, 3, 5 എക്സെട്ര ഉണ്ടല്ലേ. മൊത്തം നാച്ചുറൽ നമ്പേഴ്സ് എങ്ങനെ എഴുതാം? 1, 2, 3, 4 എക്സെട്ര നമ്മൾ എഴുതാം. അപ്പൊ ഇത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ 1, 3, 5 എക്സെട്ര എന്ന് വരും. ദി സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഫോമിംഗ് ദി വേർഡ് സ്കൂൾ. സ്കൂൾ എന്നതിൽ വരുന്ന ലെറ്റേഴ്സ് SCHOOL. അതിൽ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പൊ SESCHOL എന്ന് വരാം. അപ്പൊ അതിന്റെ ഓർഡറിൽ നിന്ന് എന്തില്ല, പ്രത്യേകത ഇല്ല. അപ്പൊ SCHOL എന്ന് എഴുതുക, HOLCS എന്ന് കൊടുക്കുക, HOLCS. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഓർഡറിന് പ്രാധാന്യമില്ല ഈ സെറ്റിൽ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത് വരുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം. ഇൻ ദി സെറ്റ് ബിൽഡർ ഫോം all the elements of a set possess a single common property which is not possessed by any element outside set. ഈ സെറ്റിലെ എലമെന്റ്സിൽ ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ടാവും. ആ കോമൺ പ്രോപ്പർട്ടി പറഞ്ഞുകൊണ്ട് നമ്മൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യും. അതിനെ പറയുന്നവരാണ് സെറ്റ് ബിൽഡർ ഫോം. All the elements of a set possess a single common property which is not possessed by any element outside set. ആ സെറ്റിലെ പുറത്തുനിന്ന് എലമെന്റ് എടുത്താൽ ഈ പ്രോപ്പർട്ടി ഉണ്ടാവില്ല. കൺസിഡർ ദി എക്സാമ്പിൾ ദ സെറ്റ് AEIOU. ഈ സെറ്റിന്റെ ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ട്. എന്താ? ഈ സെറ്റിലെ എലമെന്റ്സ് എല്ലാം വവൽസ് തന്നെയാണ്. അതാണ് ഇതിന്റെ കോമൺ പ്രോപ്പർട്ടി. All the elements possess a common property, namely each of them is a vowel in the English alphabet and no other letter possesses this property. അപ്പൊ അതിനെ നമുക്ക് ഡിനോട്ടിങ് ദി സെറ്റ് ബൈ വി റൈറ്റ് V is equal to set of all x such that x is a vowel in the English alphabet. Set of all x such that x is a vowel in the English alphabet. അപ്പൊ ഇത് വായിക്കുക, V equal to set of all x such that x is a vowel in the English alphabet. x എന്തായിരിക്കണം? ഒരു വവൽ ആയിരിക്കണം. അങ്ങനെയുള്ള എല്ലാ എലമെന്റ് സെറ്റ് ഓഫ് ഓൾ എലമെന്റ് ഇപ്പൊ എല്ലാം വന്നു. അപ്പോൾ വായിക്കുക സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ വവൽ ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. വേറെ നോക്കൂ, A is equal to set of all x such that x is a natural number and 3 less than x less than 10. A is equal to വായിക്കുന്നു നോക്കുക ആദ്യം set of all x such that x is a natural number and 3 less than x less than 10. അപ്പൊ 3നും 10നും ഇടയ്ക്കുള്ള എണ്ണൽ സംഖ്യകളാണ് വരിക. അപ്പൊ 4, 5, 4, 5, 6, 7, 8, 9 എന്ന് വരും ഉണ്ടല്ലേ. അപ്പൊ ഈ രൂപത്തിൽ എഴുതുന്ന സെറ്റ് ബിൽഡർ ഫോം എന്നും പറയും. ഈ നമ്പേഴ്സ് 4, 5, 6, 7, 8, 9. അപ്പൊ അതിനെ ഓപ്പൺ ബ്രേസിനകത്തും ബ്രേസസിന്റെ അകത്താക്കി എഴുതുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാ? റോസ്റ്റർ ഫോം എന്നാണ് പറയാം. A is equal to set of all x such that x is a natural number which divides 42. 42ന്റെ ഘടകം നേരത്തെ എഴുതില്ല, അതിനെ സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പോൾ പോലെ A is equal to set of all x such that x is a natural number which divides 42. ഇത് റോസ്റ്റർ ഫോം ഉണ്ടല്ലേ. ഇത് രണ്ടും ഈക്വൽ സെറ്റാണ്, രണ്ട് രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആണ് മാത്രം. B is equal to set of all y such that y is a vowel in the English alphabet. B is equal to set of all y such that y is a vowel in the English alphabet. AEIOU എന്നുള്ളത് എഴുപത്തി. C equal to set of all z such that z is an odd natural number. ഇപ്പോൾ ഒരു 1, 3, 5 എക്സെട്ര എന്നുള്ളതിനെ സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പോൾ 20 എഴുതും. C equal to set of all z such that z is an odd natural number. 1, 3, 5 എക്സെട്ര. Write the solution set of the equation x square plus x minus 2 equal to 0 in the roster form. Then roster form എഴുതണം. ആദ്യം x square plus x minus 2 equal to 0 implies x equal to നമ്മൾ നേരത്തെ ചെയ്തോ minus b plus or minus root of b square minus 4ac by 2a. a1 വരും, b1 വരും, c minus 2 വരും. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വരിക -1 plus or minus root of 1 square minus 4 into 1 into minus 2 by 2 into 1.
ഇത് 1 + 8 നോക്കണ്ടില്ലേ, 1 + 8 √9 ആയി. അപ്പോൾ -1 ± √9/2, -1 ± 3/2, √9 ആണ് 3 അല്ലേ. അപ്പോൾ രണ്ട് -1 + 3/2 -1 - 3/2 രണ്ട് ടേം ആക്കി ചെയ്ത് -1 + 3/2 ഒന്ന് എഴുതി, -1 - 3/2. ഇതിന്റെ വാല്യൂ 2/2, ഇത് -4 എന്ന് വരിക, -4/2, 1 and -2. For the solution in the roster form is 1 - 2, set 1 - 2. roster form എഴുതുമ്പോൾ ഇതുപോലെ ഇതാണോ, ഓപ്പൺ ബ്രേസിൽ 1 - 2. Write the set A is equal to set of all x such that x is a positive integer and x square less than 40. x പോസിറ്റീവ് ഇൻഡിജർ ആവണം, x square less than 40 വരണം. അതിന്റെ സ്ക്വയർ എന്തായിരിക്കണം, 40 താഴെ വരണം. അപ്പോൾ 1 square less than 40 ആണ്, 2 square പറ്റും, 3 square 9, 4 square 16, 5 square 6 square 36, 7 square 49. 7 പറ്റുമോ, 7 പറ്റില്ല. അപ്പോൾ ഇതിൽ വരിക 1 2 3 പോസിറ്റീവ് ഇൻഡിജർ ആവണ്ടേ, 1 2 3 4 5 6 എന്നാണ് സെറ്റ് വരിക. എ സികൾ സെറ്റ് 1 2 3 4 5 6 കോമയാണ് കേട്ടോ, ഫോം ഇട്ടിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. ഇനി സ്റ്റാൻഡേർഡ് സെറ്റ് നമ്മൾ നേരത്തെ എഴുതിയ സെറ്റിനെ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചില്ല. അപ്പോൾ n ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 എക്സെട്ര. നാച്ചുറൽ നമ്പേഴ്സിനെ ഇതുപോലെ എഴുതാം, റോസ്റ്റർ ഫോമിൽ എഴുതും. z -2 -1 0 1 2 3 എക്സെട്ര. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്, ഇത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ഇത് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. q ഈസ് ഈക്വൽ ടു, q നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറ്റും. set of all x such that x equal to p/q, p element of z, q element of z and q not equal to 0. അടി 0 വരാൻ പാടില്ല, q not equal to 0 എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ 1/2 2/3 ഒക്കെ വരില്ല, എല്ലാ എലമെന്റ്സും ആണ് q വരും. റിയൽ നമ്പേഴ്സ് വിച്ച് cannot be represented in the form p/q, p/q രൂപത്തിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ഉണ്ടാവും, ആർ കാൾഡ് ഇറാഷണൽ നമ്പേഴ്സ്. ആ നമ്പേഴ്സിനെ പറഞ്ഞ പേരാണ് ഇറാഷണൽ നമ്പേഴ്സ്, അഭിന്നക എന്ന് പറയും. Real numbers which cannot be represented in the form p/q are called irrational numbers. Another example. Write the set A is equal to set 1 4 9 16 25 etc. in set builder form. ഇതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ, 1 സ്ക്വയർ ആണ്, 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ 5 എക്സെട്ര അല്ലേ. അപ്പോൾ ഇതിലെ എലമെന്റ്സ് ഒക്കെ സ്ക്വയേഴ്സ് ആണ്, അതന്നെ അതിന് പ്രത്യേകത. A is equal to set of all x such that x is a square of a natural number. X is the square of a natural number. Or we can write A is equal to set of all x such that x equal to n square, or n element of n. n element of n ആണ്, അപ്പോൾ അതിന്റെ സ്ക്വയർ ആണ് s വരിക. അപ്പോൾ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ എക്സെട്ര എന്ന് വരും. ഈ രൂപത്തിൽ എഴുതാം. അല്ലെങ്കിൽ A is equal to set of all x, x is the square of a natural number. അങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ട്, സെറ്റ് ഓഫ് എന്നാണ് എല്ലാം വരും. റൈറ്റ് ദി സെറ്റ് 1/2 2/3 3/4 4/5 5/6 6/7 ഇൻ ദി സെറ്റ് ബിൽഡർ ഫോം. ഇത് റോസ്റ്റർ ഫോം ആണ് തന്നത്, അതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. അപ്പോൾ ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ നോക്കൂ, ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ടോ, എന്താണ്, ഇത് 1/2 ആണ്, 2/3 അടിയിലെല്ലാം ഒന്ന് കൂടുതലല്ലേ, 3/4 4/5 5/6 6/7. അപ്പോൾ ഇതിൽ ഈ നമ്പേഴ്സ് എല്ലാം n/n+1 രൂപത്തിലാണ്. 1/2 1 എടുത്ത 1/2 2 എടുത്ത 2/3 അല്ലേ, 3/4 4/5 എക്സെട്ര. അപ്പൊ ഇതില് എന്നിന് ഏതൊക്കെ വാല്യൂ കൊടുക്കാം, എന്നിന് 1 കൊടുക്കാം 2 കൊടുക്കാം 3 കൊടുക്കാം 4 കൊടുക്കാം 5 6 വരെ കൊടുക്കാം. 7 കൊടുത്താൽ ശരിയാവില്ല, 7/8 എന്ന് വരും. അപ്പൊ നമുക്ക് വരുന്നത് സെറ്റ് ഓഫ് ആൾ എക്സ് സച്ച് ദാറ്റ് x equal n/n+1, where n element of n and 1 less than or equal to n less than or equal to 6. n-ന്റെ വാല്യൂ എന്താ, 1 മുതൽ 6 വരെ വരാം. അപ്പൊ ഇതിൽ വരുന്നത് ഇല്ലേ, 1 കൊടുത്താൽ 1/2 എന്നാവും, 1/2. 2 കൊടുത്താലോ 2/3, 3 കൊടുത്താൽ 3/4, അങ്ങനെ 6 വരെ ഉള്ളു 6/7. അപ്പൊ ഈ രൂപത്തിൽ അതിനെ, ഇത് റോസ്റ്റർ ഫോം ആണ്, ഇത് സെറ്റ് ബിൽഡർ ഫോം. ഇനി ഒരു എക്സാമ്പിൾ നോക്കൂ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ഇതെല്ലാം ടെക്സ്റ്റിലുള്ള കണക്കുകളാണ്, ഇതെല്ലാം നിങ്ങൾ കൃത്യമായി നോട്ടിൽ എഴുതിയെടുക്കുമാണ്, ചെയ്യേണ്ടതുമാണ്. A is equal to set 1 2 3 4 5 6. Insert the symbol element of എന്നുള്ളതിനാണ് എപ്സിലോൺ ഉപയോഗിക്കും, നോട്ട് എലമെന്റ് ഓഫ് ഇൻ ദി ബ്ലാങ്ക് സ്പേസസ്. ഇപ്പോൾ 5 എലമെന്റ് ഓഫ് എ എന്നാണോ ഏതാ വരിക, 5 സെറ്റിലുണ്ട്, എ എന്നുള്ള സെറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ 5 എലമെന്റ് ഓഫ് എന്ന്. 8 സെറ്റിലുണ്ടോ,
ഇല്ല. അപ്പൊ ഈ നോട്ട് എലമെന്റ് ഓഫ് എ സീറോ നോട്ട് എലമെന്റ് ഓഫ് എ. ഫോർ ഏതാ വരിക പറഞ്ഞോളൂ. 4 എലമെന്റ് ഓഫ് എ, 2 എലമെന്റ് ഓഫ് എ, 10 നോട്ട് എലമെന്റ് ഓഫ് എ എന്നുള്ളത് കണ്ടില്ലേ ഈ സെറ്റിലില്ല. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ തന്നെയാണ്. 5 എലമെന്റ് ഓഫ് എ, 8 നോട്ട് എലമെന്റ് ഓഫ് എ, 0 നോട്ട് എലമെന്റ് ഓഫ് എ. 4 എലമെന്റ് ഓഫ് എ, 2 എലമെന്റ് ഓഫ് എ, 10 നോട്ട് എലമെന്റ് ഓഫ് എ. ഒരു എക്സാമ്പിൾ മാച്ച് ദി ഫോളോയിങ്. ഈ ഭാഗത്ത് 4 വരുന്നുണ്ട്, ഈ ഭാഗത്ത് നമുക്ക് 4 വരുന്നുണ്ട്. അപ്പൊ ഏതെല്ലാം മാച്ച് ചെയ്യാന്നുള്ള ഇവിടെ PRINCAL ഒന്നാമത്തെ ഏതായിട്ടാ മാച്ച് ചെയ്യുക? സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് എ ലെറ്റർ ഓഫ് ദി വേർഡ് പ്രിൻസിപ്പാൾ. പ്രിൻസിപ്പാളിലെ വേർഡ്സിലെ എല്ലാ ലെറ്റേഴ്സും വരുന്നില്ലേ? PRINCI ഒരു പ്രാവശ്യം വരുന്നുണ്ട്. PAL 0 ഏതായിരിക്കും വരിക? 0 ഇവിടെ അല്ലേ. സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് എൻ ഇൻറ്റീജർ ആൻഡ് x+1 = 1 വരണം. x+1 1 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്തായി? ഈ 1 - 0 എന്നാവില്ലേ? x = 0. അതാണ് 1 2 3 6 9 18. അത് ഇതിൽ വരിക എക്സ് ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് ഈസ് എ ഡിവൈസർ ഓഫ് 18. 18ന്റെ ഘടകങ്ങൾ ഏതൊക്കെ വരിക? 1 × 9 1 × 18 വരാം, 2 × 9 വരാം, 3 × 6 വരാം. അപ്പോൾ ഇത് മൂന്നാമത്തത് 1ലേക്കാണ് വരിക. 3 - 3 സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് എൻ ഇൻറ്റിജർ ആൻഡ് x² - 9 0. x² - 9 0 ആണ്. x² = 9 ആയി. x +or - 3 വരും. 3 - 3. അപ്പൊ നാലാമത്തെ ഇതിലേക്ക് വരും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ 1D 1D വരും. 2C രണ്ടാമത്തത് സിയിലേക്ക് വരും. 3A 4B ആണ്. അപ്പൊ ഇതിൽ മാച്ച് ചെയ്ത ഫ്ലോ നമുക്ക് ചെയ്യാം. എക്സസൈസ് 1.1 ആണ്. ടെക്സ്റ്റ് ഉള്ളതാണ്. എല്ലാ കണക്കും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ സെറ്റ്സ് ജസ്റ്റിഫൈ യുവർ ആൻസർ? ദി കളക്ഷൻ ഓഫ് ആൾ ദി മന്ത്സ് ഓഫ് ഇയർ ബിഗിനിങ് വിത്ത് ദി ലെറ്റർ ജെ. ജെ എന്നുള്ള ലെറ്ററിൽ തുടങ്ങുന്ന മന്ത്സ് എടുത്താൽ ഏതൊക്കെ വരിക? നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ഇപ്പോൾ ജെ ആയിട്ട് വരുന്നത് ഇപ്പം ജനുവരി വരാം, അങ്ങനെ ജൂൺ ജൂലൈ കൃത്യമായിട്ട് പറയാം. അപ്പോൾ അതൊരു സെറ്റാണ്. ദി കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാലോ ഏറ്റവും മികച്ച എഴുത്തുകാർ 10 പേര് എടുത്താൽ അത് വ്യക്തമായി പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇസ് നോട്ട് എ സെറ്റ്. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദി വേൾഡ് ഏറ്റവും മികച്ച 10 ബാറ്റ്സ്മാൻമാരെ സെലക്ട് ചെയ്താലോ അതും നോട്ട് എ സെറ്റ്. 2 and 3 നോട്ട് സെറ്റ്. ദി കളക്ഷൻ ഓഫ് ആൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ +1 ക്ലാസ്സിലെ മൊത്തം ബോയ്സിനെ എടുത്താലേ വ്യക്തമായി നിർവചിക്കാൻ പറ്റും. അതെന്തായിരിക്കും? സെറ്റാണ്. ദി കളക്ഷൻ ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. 10ൽ താഴെയുള്ള എണ്ണൽ സംഖ്യകൾ അല്ലെ? 10ൽ താഴെയുള്ള എണ്ണൽ സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. കറക്റ്റ് ആണ്. 1 2 3 4 5 6 7 8 സോറി ലെസ് ദാൻ 100. 100ൽ താഴെയുള്ളത് അതായത് 1 2 3 etc 100. എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ് എന്ന റൈറ്റർ എഴുതിയ നോവൽസിന്റെ കളക്ഷൻ എടുത്താലോ അതിലല്ല കറക്റ്റായിട്ട് പറയുന്നു. അത് ഈ വ്യക്തി എഴുതിയത് മാത്രമേ വരൂ. അത് സെറ്റായി. ദി കളക്ഷൻ ഓഫ് ആൾ ഈവൻ ഇൻഡിജേഴ്സ്. ദി കളക്ഷൻ ഓഫ് ആൾ ഈവൻ ഇൻഡിജേഴ്സ് എടുത്താലോ ഈവൻ ഇൻഡിജേഴ്സ് എടുത്താൽ അത് കൃത്യമായിട്ട് എന്തായിരിക്കും? സെറ്റാണ്. കാരണം ഈവൻ ഇൻഡിജേഴ്സ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി നിർവചിക്കാൻ പറ്റുന്നതാണ്. Write the following sets in roster form. A is equal to set of all x. X is an integer and -3 less than or equal x less than 7. അപ്പോൾ ഇത് -3 വരും, -2 -1 0 1 2 3 4 5 6 ആണ് വരിക. B is equal to set of all x. X is a natural number less than 6. 6ൽ താഴെയുള്ള എണ്ണൽ സംഖ്യ 1 2 3 4 5 ആണ് വരിക. C equal to set of all x. X is a 2-digit natural number such that sum of its digits is 8. 2 അക്ക എണ്ണൽ സംഖ്യ. 2 അക്ക 2 digits നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 10 11 എന്നൊക്കെ പറഞ്ഞ വരില്ല. 2 അക്കളെ അതിൽ എന്ത് സം ഓഫ് its digits is 8 വരണം. ഡിജിറ്റ്സിന്റെ സമ്മ് 8 വരണം. അപ്പോൾ 17 പറ്റും അല്ലെ? 1 + 7 8 അല്ലേ?
17, 26, 35 പറഞ്ഞിട്ട് നമ്പേഴ്സ് ആണ് ഈ സെറ്റിൽ വരിക. D is equal to set of all x. X is a prime number which is divisor of 60. 60ന്റെ ഘടകങ്ങളാണ് ഇതിൽ വരുന്നത്. The set of all letters of the word trigonometry. Trigonometryയിൽ വരുന്ന ലെറ്റേഴ്സ് TRI, G, O, N, M, E, R, Y എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ നമ്പേഴ്സ് എഴുതാം. F, the set of all letters of the word better. ബെറ്ററിൽ വരുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? BETR അല്ലേ? A is equal to set of all x such that x is an integer and -3 less than or equal to x less than 7. അപ്പോൾ നേരത്തെ പറഞ്ഞ സെറ്റ് തന്നെയാണിത്. ഒന്നുകൂടി ഇവിടെ എഴുതിയെന്ന് മാത്രം. അതിന്റെ ആൻസർ ഒന്നാമത്തെ ആൻസർ -3, -2, -1, 0, 1, 2, 3, 4, 5, 6 വരും. -3 മുതൽ 7 ലെസ് ദാൻ 7 വരെ 7 വരും. ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തെ ആൻസറോ 1, 2, 3, 4, 5. ഇനി മൂന്നാമത്തത് എക്സ് ഇസ് എ 2 digit നമ്പർ സച്ച് ദാറ്റ് സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഇസ് 8 വരുന്നത്. ഏതൊക്കെ വരിക? 17 വരാം, 26, 35, 44, 53, 62, 71, 80. ഇത്രയും നമ്പേഴ്സാണ് അതിൽ വരിക. രണ്ടക്ക സംഖ്യകളാണ് അല്ലേ? 2 digits നമ്പേഴ്സിന്റെ സം 8 വരും. 8 + 0 8 അല്ലേ? 4 D പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 60. 60ന്റെ ഘടകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 2 × 3 × 5 30 × 2 എന്നാ വരിക. അപ്പം 2, 3, 5 ഘടകങ്ങൾ വരിക. ട്രിഗണോമെട്രി TRI, GON, MEY ബെറ്റർ ഉണ്ടല്ലേ? ഈ രൂപത്തിൽ നമുക്ക് അതിന്റെ ആൻസർ ചെയ്യാം. റൈറ്റ് ദി ഫോളോയിങ് സെറ്റ്സ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. നമുക്ക് സെറ്റിനെ ഇവിടെ തന്നത് റോസ്റ്റർ ഫോമാണ് തന്നത്. അതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റി എഴുതണം. നോക്കൂ, 3, 6, 9, 12 എങ്ങനെ വരിക? 3, 6, 9, 12ന്റെ പ്രത്യേകത എന്താ? ഇതെല്ലാം 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ? ഇപ്പൊ 3, 6, 9, 12 12 വരെയുള്ളൂ. അപ്പൊ 3 × 1, 3 × 2, 3 × 3, 3 × 4 എന്ന് വരിക. അപ്പൊ നമുക്ക് അതിനെങ്ങനെ എഴുതാം? A is equal to set of all x such that x equal to 3n, n element of n and n less than or equal to 4. n-ന്റെ വാല്യൂ 4 വരെ വരാം. 1 വരാം, 2 വരാം, 3, 4. 1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? 1 കൊടുത്താല് 3 × 1 3 എന്ന് വരും. 2 കൊടുത്താലോ 6 വരും. 3 കൊടുക്കുമ്പോൾ 9, 4 കൊടുത്താൽ 12 ഉണ്ടല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. രണ്ടാമത്തെ നോക്ക് 2, 4, 8, 16, 32. ഈ നമ്പേഴ്സിനെ പറ്റി അത് 2 സ്ക്വയർ ആണ്, 2 ക്യൂബ് ആണ്, 2⁴, 2⁵ വരെ ഉണ്ട് ഉണ്ടല്ലേ? 32 വരെ ഉള്ളൂ. അപ്പൊ അതിനെ 2n എഴുതാം. 1 to 5 വരെ 2n ആക്കി എടുത്താൽ മതി. x = 2n എടുത്താൽ മതി. അപ്പൊ രണ്ടാമത്തെ ആൻസർ B is equal to set of all x such that x = 2n, n element of n എണ്ണൽ സംഖ്യ ആവണം, n less than or equal to 5. n-ന്റെ വാല്യൂ 5 വരെ വരാം. അപ്പൊ 1 കൊടുത്താൽ എന്താവും? 2⁴. 2 കൊടുത്താലോ 2 സ്ക്വയർ, 2 സ്ക്വയർ 4 ആണ്, 2 ക്യൂബ് 8 ആണ്, 2⁴, 2⁵ ഉണ്ടല്ലേ? അടുത്ത് നമുക്ക് 5, 25, 125, 625. ഇത് ഇതേപോലെയാണ്. 5 സ്ക്വയർ, 5 ക്യൂബ്, 5⁴ ആണ് ഉണ്ടല്ലേ? ഇപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് വരണം. 4 വരെ വരുള്ളൂ. 5 സ്ക്വയർ, 5 ക്യൂബ്, 5⁴. അപ്പൊ x = 5n ആവും ഉണ്ടല്ലേ? വ്യത്യാസം. C = set of all x such that x = 5n, n element of n and n less than or equal to 4. ഇനി അടുത്ത് നോക്കി 2, 4, 6 etc. ആണ്. ഇത് ഇൻഫൈനൈറ്റ് സെറ്റാ, ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ എങ്ങനെ വരിക? D = set of all x such that x = 2n, n element of n ഇല്ലേ? 2n, n element of n മൊത്തം വരും 2, 4, 6 etc. ഇൻഫൈനൈറ്റ് സെറ്റ്, ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. അടുത്ത് വരുന്നത് 1, 4, 9 etc. 100. ഈ നമ്പേഴ്സിന് പ്രത്യേകത എന്താ? 1 സ്ക്വയർ ആണ്, 2 സ്ക്വയർ, 3 സ്ക്വയർ ആണ്, അങ്ങനെ 10 സ്ക്വയർ വരെ വരും. അപ്പൊ സെറ്റ് ഓഫ് ആൾ എക്സ് സ്ക്വയർ, n element of n less than or equal to 10 വരെയാണ് n-ന് വാല്യൂ കൊടുക്കുക. E is equal to set of all x such that x = n square, n element of n and n less than or equal to 10. അപ്പോൾ n 1 ആകുമ്പോൾ 1 സ്ക്വയർ, 2 ആകുമ്പോഴോ 2 സ്ക്വയർ, 4, 3 സ്ക്വയർ, പിന്നെ അങ്ങനെ 10 സ്ക്വയർ വരെ വരും. അപ്പോൾ ഇതാണ് ഈ സെറ്റിൽ വരും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ എക്സസൈസിലുള്ള പ്രോബ്ലംസ് ആണ്. അത് കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിലെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ഒരു സെറ്റിന്റെ ഡെഫിനിഷൻ. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. പിന്നെ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന റോസ്റ്റർ ഫോം ഓർ ടാബുലർ ഫോം എന്ന് പറയും. പിന്നെ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ നമുക്കൊരു സെറ്റ് ബിൽഡർ ഫോം തന്നാൽ അതിനെ ടാബുലർ ഫോമിലേക്ക് മാറ്റുക. ടാബുലർ ഫോം തന്നാൽ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുക.
പിന്നെ ഈ സ്റ്റാൻഡേർഡ് സെറ്റ്സ് ഉണ്ട്, ആ സെറ്റ്സുകളുടെ പേരെല്ലാം പഠിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും താങ്ക് യു.